പാമ്പുകടി ഏൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഒരു ആശുപത്രി. കോട്ടയം ജില്ലയിലെ പാലായിൽ പ്രവർത്തിക്കുന്ന കരുണ ആയുർവേദ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ സൗജന്യ ചികിത്സ നൽകുന്നത്. ഓരോ വർഷവും നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് ചികിത്സ തേടിയെത്തുന്നത്. ഈ ആശുപത്രിയുടെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ സതീഷ് ബാബു ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. പാമ്പുകടിയേറ്റ് ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്കും അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ബൈസ്റ്റാൻഡർക്ക് വേണ്ടുന്ന ഭക്ഷണം, വാടക, മരുന്ന്, ചികിത്സ ഇതെല്ലാം തികച്ചും 100% സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പ്രതിഫലം വാങ്ങുമായിരുന്നു, പക്ഷേ അതിനകത്തൊരു വലിയൊരു ബുദ്ധിമുട്ട് ഒരു സാധാരണ പാമ്പ് കടിച്ചു വരുന്നത് കൂലിപ്പണിക്കാരോ അല്ലെങ്കിൽ പശുവിനെ വളർത്തുന്ന വീട്ടമ്മ പുല്ല് പറിക്കാൻ പോകുമ്പോഴോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് അത്ര നല്ല സ്ഥിതിയിലുള്ളവരായിരിക്കില്ല. അപ്പോൾ ഈ രോഗിയെ കൊണ്ടുവരുമ്പോൾ തന്നെ അവരുടെ അയൽക്കാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അങ്ങനെയുള്ള നിരവധി ആൾക്കാർ വിളിക്കും, ഡോക്ടറെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ്, എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അത് 100% കേസുകളിൽ അങ്ങനെ കാണുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി, നമുക്ക് ഈ പ്രതിഫലം വാങ്ങാണ്ട് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു. നമുക്ക് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് ചിലവ് വരുന്നൊരു ചികിത്സയാണ്. അതുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നി അതിനേക്കാൾ ഉപരി ഒരു സൽപ്രവൃത്തി, ഒരു നല്ല കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു സുഹൃതം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം എന്നൊക്കെ പറയുന്നത് നമുക്കുണ്ടാവില്ലേ, നമുക്ക് അതാണ് ഒന്നുകൂടെ നല്ലത്, ഭേദം എന്ന് തോന്നി. കുറേ കാലത്തെ ആലോചനയ്ക്ക് ശേഷമാണ് ഞാനൊരു തീരുമാനമെടുത്തത്. ഒരു 3-4 വർഷം ആയിട്ടുണ്ടാവും. അതുവരെ നമ്മൾ പ്രതിഫലം വാങ്ങിക്കുക. ഈ മൂർഖൻ്റെ വിഷമോ വളരെപ്പിൻ്റെ ഒക്കെ വിഷം വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നാൽ ഒരു ഉച്ചയാകുമ്പോൾ അല്ലെ വൈകിട്ട് വിടും, അല്ലെങ്കിൽ വൈകിട്ട് വന്നാൽ രാവിലെ വിടും. അവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ അണലിക്ക് അതല്ല. നമുക്ക് 7 ദിവസമാണ് ഒരു വിഷബാധയേറ്റാൽ 7 ദിവസം കൊണ്ട് ശരീരത്തിൽ നിന്ന് വിഷം പുറത്തു പോകും. ആ 7 ദിവസവും നമ്മളിവിടെ താമസിപ്പിക്കും. ആ താമസിപ്പിക്കുന്ന സമയത്ത് രോഗിയുടെ ചികിത്സയും മരുന്ന്, ഭക്ഷണം, ബൈസ്റ്റാൻഡർ ചെലവുകൾ ഇതെല്ലാം നമ്മൾ സൗജന്യം. ആരോടും ഒരു പണവും വാങ്ങാറില്ല. ചിലരൊക്കെ എന്തെങ്കിലും ദക്ഷിണ പോലെ തന്നാൽ വാങ്ങിക്കും, അത്രയേ ഉള്ളൂ. അത് നമ്മളെന്തെങ്കിലും ക്ഷേത്രകാര്യങ്ങളിലേക്കോ അങ്ങനെയായിട്ട് വിനിയോഗിക്കുകയല്ല, നമ്മളതിൽ നിന്നും എടുക്കാറില്ല. ഇപ്പോൾ ഒരാളെ പാമ്പ് കടിച്ചാൽ എത്ര സമയത്തിനുള്ളിൽ ഇവിടെ എത്തിക്കേണ്ടത്? ആവറേജ് നമുക്കൊരു 1.5 മണിക്കൂറിനുള്ളിലായിട്ട് ഇവിടെ എത്തിച്ചേരണം. പിന്നെ ഈ പാമ്പ് കടിയുടെ വിഷം പ്രവേശിക്കുന്നത് അതിന് പല ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും. ഇപ്പോൾ ഈ പാമ്പ് തന്നെ ഒരു ഇരയെ എടുത്തിട്ട് എലിയോ തവളയോ എല്ലാം പിടിച്ചിട്ട് കിടക്കുന്ന സമയമാണ്, അതിനകത്ത് വിഷം കുറവായിരിക്കും, അതിൻ്റെ പോയിസൺ സാക്കിനകത്ത് വിഷം കുറവായിരിക്കും. 2, ഇത് കടിയേറ്റ പ്രദേശം. ഇപ്പോൾ മാംസം കൂടുതലുള്ള പ്രദേശത്താണ് കടിയേറ്റിരിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബ്ലഡ് വെസലിൽ കടന്ന് പ്രവർത്തിക്കാൻ താമസം വരും. അതേ സമയത്ത് ഡയറക്റ്റ് ഒരു ബ്ലഡ് വെസലിൽ ആണ് ഈ വിഷം പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യും. അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സാമാന്യഗതിയിൽ 1-1.5 മണിക്കൂർ. പിന്നെ അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് ചെയ്യണം. നമ്മൾ എത്രയായാലും ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. വിഷത്തിനെ ബ്ലോക്ക് ചെയ്യണം. വിഷം മുകളിലേക്ക് ഹാർട്ടിൻ്റെ ഭാഗത്തേക്ക് കടന്നു പോകാത്ത രീതിയിൽ അതിനെ ബ്ലോക്ക് ചെയ്യണം. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്ല തുണിയോ റബ്ബർ ബാൻഡ് കൊണ്ട് മുകളിൽ കെട്ടണം. ഒരു 2-3 കെട്ട് വരെ കെട്ടാം. അതിനകത്ത് ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ സെല്ലുകൾ ഡാമേജ് ആകുമെന്ന് പറയുന്നുണ്ട്. അത് ശരി തന്നെ. പക്ഷേ കെട്ടിയില്ല വിഷം മുകളിലേക്ക് പ്രവേശിച്ച ആൾ തന്നെ ഡാമേജ് ആയില്ല. അതിനേക്കാൾ നല്ലൊരു പോർഷൻ ഡാമേജ് ആയിപ്പോയാലും നമുക്ക് പിന്നീട് അത് റീകൺസ്ട്രക്ട് ചെയ്യാം സെല്ലുകളെ. അതിനൊക്കെ മരുന്നുകളുണ്ട്. എത്ര ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാം. താങ്കൾ ഇപ്പോൾ ഒരു 4 വർഷമായി സൗജന്യമായി ചികിത്സ ചെയ്യുന്നു പറയുന്നു. അതെ. നമ്മൾ ഒരു പ്രതിവർഷം കണക്ക് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും എത്രത്തോളം ആളുകൾ ഈ സൗജന്യ ചികിത്സയ്ക്ക് ഇവിടെ എത്തുന്നുണ്ടാവും? ചികിത്സ എല്ലാം സൗജന്യമാണ്. നമുക്കതിന് കൃത്യം ഒരു കണക്ക് പറയാം. എന്നാലും ഒരു ആവറേജ് ഒരു 100-150 മുകളിലേക്ക് പോകും. എല്ലാ ദിവസവും തന്നെയാണ്. ചില ദിവസം 4-5 ഒക്കെ ഉണ്ടാവും. അത് എത്ര വന്നാലും ഏത് സമയത്ത് വന്നാലും 24 hours നമ്മൾ വർക്കിംഗ് ആണ്. രാത്രിയിലാണെങ്കിൽ പോലും ഏത് അസമയത്ത് വന്നാലും നമ്മൾ ഗേറ്റിൽ വാച്ച്മാൻ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ താങ്കൾ ഈ ഒരു ചികിത്സ സൗജന്യമായി നൽകുന്നു. നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിനെ സമീപിക്കുകയാണെങ്കിൽ എത്ര രൂപ ചെലവ് വരുന്നതായിരിക്കാം? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിചിത്രമാണ്. ഞാൻ തന്നെ ഒരുപാട് അത്ഭുതപ്പെട്ടിട്ട്, എന്തിനാണ് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് നോക്കിക്കൊണ്ടാൽ മതി ഒരു പാമ്പ് പിടിച്ചത്. ഞാനിവിടെ പ്രതിഫലം വാങ്ങിയിരുന്ന കാലത്ത് പോലും ഒരു 10, 12, 15,000 രൂപ മാക്സിമം ഈ 7 ദിവസത്തെ ചികിത്സ ചിലവ് വരുള്ളായിരുന്നു. പക്ഷെ ഇത് ലാക്സാണ്. എനിക്കറിയില്ല ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒരു ഹോസ്പിറ്റലെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഇവിടെ 33 ബെഡുണ്ട്. നമുക്ക് മറ്റ് രോഗികൾ കിടപ്പുണ്ട്. മറ്റ് ചികിത്സകൾ നമുക്ക് അത്യാവശ്യം ചിലവിനുള്ള ലാഭകരമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ ഇതിനേക്കാൾ വലിയ ഹോസ്പിറ്റലുകളല്ലേ മറ്റ് പറയുന്ന ഹോസ്പിറ്റലുകൾ, അവർക്കൊക്കെ ചാരിറ്റി ചെയ്യാനുള്ള ഫണ്ട് തന്നെ ഇല്ലേ? പിന്നെ എന്തിന് ഞാൻ ചോദിക്കുന്നത്, എന്തിന് ഈ ഗതികേടുകാരനോട് പ്രതിഫലം മേടിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുന്നത്. എല്ലാ ഹോസ്പിറ്റലുകാരും ഇത് സൗജന്യമായിട്ട് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ അത്യാപത്തുകളല്ലേ. ഒരു സാധാരണക്കാരനല്ലേ, ഒരു വീട്ടമ്മ പശുവിന് പുല്ല് പറിക്കാൻ പോയി, അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരൻ വൈകുന്നേരം
പണിയും കഴിഞ്ഞ് വേണം ഇത്തിരി മദ്യം കൂടെ കഴിച്ചിട്ടായിരിക്കും അവൻ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും. അല്ലാണ്ട് ഈ കാറിൽ സഞ്ചരിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരെ പാമ്പ് കടിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ചാരിറ്റി എന്നുള്ള നിലയ്ക്ക് 100% ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു സന്ദേശമാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്രവർത്തിക്കുന്നത് അത് തന്നെയാണ്. ഒഴുക്കിനെതിരെയാണ് നീന്തുന്നത്. ഇങ്ങനെ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. മറ്റ് ട്രീറ്റ്മെന്റുകൾ ഇവിടെ സാധാരണ ആയുർവേദ ഹോസ്പിറ്റലുകളിലുള്ള എല്ലാ എല്ലാ ട്രീറ്റ്മെന്റും ചികിത്സകളും നടക്കാറുണ്ട്. നമ്മളിവിടെ മരുന്ന് വിൽപ്പനയില്ല. നമ്മൾ കൗണ്ടറിൽ നിന്നൊരു മരുന്നും കൊടുക്കത്തില്ല. മരുന്നുകൾ ജനറൽ മെഡിസിൻ ഒന്നും പുറത്തുനിന്ന് വാങ്ങുകയില്ല. നമ്മളിവിടെ തന്നെ മരുന്നുണ്ടാക്കി അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇതെന്തായാലും സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ആശ്വാസമാകട്ടെ എന്നൊരു ചിന്തയിലാണ് ഇങ്ങനെ തീർച്ചയായും എനിക്ക് നല്ല ചിലവുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അണലിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന അണലിയാണ്. കാരണം അത് അണലി പ്രസവിക്കുക, ഒരു പ്രസവത്തിൽ 10-30 കുഞ്ഞുങ്ങളുണ്ടാവും. ഇപ്പം മൂർഖൻ്റെയും വളരെപ്പൻ്റെയൊക്കെ റെയറാണ്, വല്ലപ്പോഴൊക്കെ വരുള്ളൂ. കടിച്ചു വരുന്ന മിക്കവാറും 90% അണലിയായിരിക്കും. അതിന് നമുക്ക് ഒരുപാട് ചന്ദനം വേണം. ഞാൻ ഗവൺമെൻറ് ഇപ്പോൾ തന്നെ എടുക്കുന്നത്. എനിക്കൊരു വർഷം 30 കിലോ ചന്ദനം ഡീൽ ചെയ്യാനുള്ള പെർമിറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. അവിടെ പോയി ഞാൻ എടുക്കുന്ന 22,500 രൂപ ഒരു കിലോയ്ക്ക് കൊടുത്തിട്ട് ഞാൻ ചന്ദനം മേടിക്കുന്നത്. ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള 10-60ഓളം മരുന്നുകൾ അതിനകത്ത് ചേരുന്നുണ്ട്. ഇതെല്ലാം അച്ഛൻ തന്നതാണ്. എനിക്ക് പൈതൃകമായിട്ട് കിട്ടിയ ഒരു കുടുംബ സ്വത്ത് എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്നതാണ്. ഞാനായിട്ട് അതിൻ്റെ കുറച്ച് സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും മോഡേണൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. ഈ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ടും അച്ഛൻ ഉപദേശിച്ച് തന്നിട്ടുള്ളതാണ്. രാത്രിയിലൊക്കെ പാതിരാത്രിക്കൊക്കെ അച്ഛൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും, മരുന്ന് എടുത്തുകൊണ്ട് വീട്ടിൽ ഫ്രണ്ടിൽ വരും. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ രോഗി വരുന്നുണ്ടെന്ന് പറയും. കറക്റ്റ് ആ രോഗി വന്നിരിക്കും, മരുന്ന് കൊടുത്തിരിക്കും. അതൊക്കെ എങ്ങനെയെന്നൊന്നും നമുക്ക് വിശദീകരിക്കാനൊന്നും അറിയത്തില്ല. അതിപ്പോൾ അത്തരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട്. ഏത് രാത്രിയിൽ വന്നാലും എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ടാവും. ഏത് പാമ്പും കടിച്ചോളുടെ ടൈമിൽ ഇവിടെ എത്തിച്ചു തന്നാൽ നമ്മൾ രക്ഷിച്ചെടുത്തിരിക്കും. ഒരു സംശയം വേണം. ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്തിക്കണം. ഒരു 1.5 മണിക്കൂർ ആവറേജ്. നമ്മളിപ്പോൾ കണക്ക് പരിശോധിച്ചപ്പോൾ തന്നെ 100 കണക്കിന് ആളുകൾ ചികിത്സ തേടിയിട്ടുണ്ട്. ഇവരെല്ലാം സൗഖ്യമായിട്ടാണ് തിരികെ പോയി. ഒരാൾ പോലും ഒരിക്കൽ 8-10 വർഷത്തിലുള്ള ഒരാൾ പോലും ഈ ഹോസ്പിറ്റലിൽ മരിച്ചിട്ടില്ല. നമ്മുടെ ഈ വിഷചികിത്സ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ ആയുഷ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ CCRIS എന്ന് പറഞ്ഞൊരു ബോഡിയുണ്ട്, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസസ്. അവരൊരു പഠനം നടത്തിയതിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ്, കുറ്റമറ്റ രീതിയിൽ പച്ചമരുന്നുകൾ കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള ചികിത്സ നമ്മുടെയാണെന്ന് അവർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഓറലായിട്ട് സർട്ടിഫൈ ചെയ്തു. അതുമാത്രമല്ല, അവർ ആയുർവേദ മെഡിക്കൽ കോളേജുകളിൽ വിഷചികിത്സ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ഉണ്ടെങ്കിലും ഫലപ്രദമായ ചികിത്സ നടക്കുന്നില്ല പ്രാക്ടിക്കലി. അപ്പം നമ്മുടെ ഈ ചികിത്സാ പദ്ധതി സർക്കാരിലേക്ക് കൊടുക്കാമെന്ന് ചോദിച്ചാൽ കൊടുക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവർ ഇവിടെ വന്ന് റിസർച്ച് ചെയ്തു, സ്റ്റഡീസ് നടത്തി, അങ്ങനെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ നവംബർ അവസാനത്തോടെ ഫൈനൽ റൗണ്ട് ചർച്ചകളുണ്ടാവും. അതും കൂടെ കഴിഞ്ഞാൽ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതിഫലമൊന്നും വാങ്ങാണ്ട് ഞാൻ ഈ ചികിത്സാ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾക്കിപ്പോൾ ഈ ചികിത്സയിൽ മരുന്നുകൾ ഓറലാണ്, നമ്മൾ കുടിക്കാനുള്ള മരുന്നുകൾ, അല്ല പുരട്ടാനുള്ള മരുന്നുകൾ, അങ്ങനെയാണ്. അപ്പോൾ ആ 2 കണ്ടീഷനുകളിൽ രോഗിക്ക് ഛർദി ഉണ്ടാവും. ഒന്ന് റീനൽ ഫെയിലിയർ, കിഡ്നി ഡാമേജ് ആകുന്ന സമയത്ത് ഛർദി ഉണ്ടാവും. 2 ആസിഡിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ ഈ മരുന്നിനകത്ത് ചുക്ക്, കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേരുന്നതാണ്. അപ്പോൾ കുറച്ച് കഷായം കഴിച്ച് കഴിയുമ്പോൾ വോമിറ്റിംഗ് തുടങ്ങും. ഛർദി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മരുന്നകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റാണ്ട് വരുന്നൊരു പ്രതിസന്ധി നമുക്കുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഗവേഷണങ്ങളൊക്കെ നടത്തി, ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തി ഇതൊരു ഇഞ്ചക്ഷൻ രൂപത്തിലൊക്കെ ആക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ ലോ കോസ്റ്റിൽ നമുക്ക് ഏത് പാമ്പ് കടിച്ചു വന്നാലും ചികിത്സിക്കാൻ പറ്റും. മാത്രമല്ല അത് മറ്റ് രാജ്യങ്ങളിലേക്ക്, പാമ്പ് കടിയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനവും പേരും പ്രശസ്തിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും പാമ്പ് കടിക്കുന്ന ഏതൊരാൾക്കും താങ്കളെ സമീപിക്കാം. ഏത് സമയത്തും, ഏത് രാത്രിയിൽ 24 hours നമ്മൾ ആക്റ്റീവാണ്. എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കുക, 9249542156. അത് ആശുപത്രിയുടെ അഡ്രസ്സ് www.karunapala.com അടിച്ചാൽ അതിൽ കിട്ടും, സൈറ്റെല്ലാം കിട്ടും. ഏത് സമയത്തും ആർക്കും വരാം. നിങ്ങളുടെ കയ്യിൽ ഒരു പണവും വേണ്ട, ഒരു സന്നാഹവും വേണ്ട. ആളെ ഇവിടെ സമയത്ത് ഒരു 1.5 മണിക്കൂറിൽ എത്തിച്ചു തരണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വല്ല മലബാർ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ കിട്ടുന്ന ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ട് വന്നു. അങ്ങനെ രോഗികൾ വരാറുണ്ട്. ഫസ്റ്റ് എയ്ഡ് അവിടെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാറുണ്ട്. അടുത്തെങ്ങനെ ആണെങ്കിൽ പെട്ടെന്ന് എത്തിക്കൊണ്ട 1.5 മണിക്കൂറിനുള്ളിൽ കിട്ടിയാൽ നമുക്ക് ഏത് പാമ്പ് കടിച്ചാലും രക്ഷിച്ചെടുക്കാം. പാമ്പെന്നല്ല, വിഷമുള്ള ഏത് ജീവികൾ കടിച്ചാലും നമുക്ക് ചികിത്സ ചെയ്ത് കൊടുക്കാം.